ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ക്രിസ്മസ് വീണ്ടും വരവായി. വിണ്ണിലെ സന്തോഷവും സമാധാനവും പുൽക്കൂടിൻ്റെ എളിമയും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുവാൻ ക്രിസ്മസ് കാലത്തിന് സാധിക്കട്ടെ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു പുൽക്കൂടുണ്ടാക്കിയാലോ? നല്ല ഭംഗിയെന്ന് മാത്രമല്ല, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, അതായത് ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും വീട്ടിൽ ഈ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട്, പുൽക്കൂട് വെക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമുള്ള കുട്ടികളാണല്ലേ. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നും പുൽക്കൂട് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ അത് തന്നെയല്ല, ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കോസ്റ്റാണ്. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ് നമുക്കൊരു പുൽക്കൂട് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് കാർഡ്ബോർഡും കുറച്ച് പേപ്പർ പ്രിൻസും മാത്രം മതി നമുക്ക് ഈ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാർഡ്ബോർഡും കുറച്ച് പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പിക്ചേഴ്സ് കിട്ടും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ബേസിന് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് വലിയൊരു ബോർഡ് എടുക്കുക. ഇനി ഒറ്റ ബോർഡായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാസ്കിംഗ് ടേപ്പോ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് ഒരു ബോർഡ് എടുക്കുക. അപ്പോൾ അതിൻ്റെ അളവ് ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. 60x45 ആണ്, സെൻറ്റിമീറ്ററിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വലിയൊരു പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഇത്രയും വലുപ്പത്തിൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് സൈഡ് ഭിത്തികൾ വേണമല്ലോ, അപ്പോൾ അതിനുള്ള ബോർഡാണ് ഇത്. എനിക്കിവിടെ കാർഡ്ബോർഡ് കിട്ടാത്തത് കൊണ്ട് മാത്രം ഞാൻ ഫോം ബോർഡ് വാങ്ങിച്ചതാണ്. നിങ്ങൾ കാർഡ്ബോർഡ് എടുത്താൽ മതി. കാർഡ്ബോർഡായിട്ട് വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചതിൻ്റെ കാർഡ്ബോർഡുകളില്ലേ, അത് മതി. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒന്ന് വെട്ടിയെടുക്കണം. അതിൻ്റെ ഒരു അളവാണ് ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലോട്ടും 19 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. നടുക്കത്തെ ആ ഹൈറ്റുള്ള സ്ഥലത്ത് 30 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് താഴോട്ട്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 42 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു ബോർഡും കൂടെ വെട്ടിയെടുക്കണം. ഇത് ബാക്ക് സൈഡിലെ ഭിത്തിയാണ്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഭിത്തി വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒരു ആർച്ച് പോലെ വെട്ടിയെടുക്കണം. ആർച്ച് പോലെ എന്ന് പറഞ്ഞാൽ നമുക്കതിന് ക്ലോസ്ഡ് ആയിട്ട് വേണ്ടല്ലോ. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും 3 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഷേപ്പിലേക്ക് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് പീസും ഓക്കെ ആയി. അപ്പോൾ ഞാനതും വെട്ടിയെടുത്തിട്ടുണ്ട്. എളുപ്പമല്ലേ? അപ്പം ഇങ്ങനെ ഒറ്റ പീസായിട്ട് കിട്ടത്തില്ലെങ്കിൽ 4 പീസ് ജോയിൻ ചെയ്ത് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് 2 സൈഡ് ഭിത്തികൾ വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ബോർഡ് എടുത്താൽ മതി. പക്ഷേങ്കിൽ നമ്മൾ എടുക്കുന്ന ബോർഡിൻ്റെ നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്, വിട്ട് നമുക്ക് ഇഷ്ടമുള്ള എത്രത്തോളം ഫ്രണ്ടിലോട്ട് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ അളവാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പം ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇവിടെ ഈ എടുത്തിരിക്കുന്ന 19 സെൻറ്റിമീറ്ററിലെ അത് തന്നെ ഈ സൈഡ് ഭിത്തിക്കും ഉയരമാവാൻ പാടുള്ളൂ. അത്ര ആ ഒരു ഹൈറ്റിലേ നമുക്ക് വെട്ടിയെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫ്രണ്ടിലോട്ട് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വിട്ട് എടുത്തോളുക. ലെങ്ത്ത് ഈ ഒരു അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനത്തെ 2 പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 സൈഡിലും ഭിത്തി വേണമല്ലോ, അപ്പോൾ അങ്ങനെ 2 സൈഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം ആയിട്ട് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂഫ് വേണം അല്ലേ, മുകൾ ഭാഗം ഈ കാർഡ്ബോർഡ് തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പുല്ല് നന്നായിട്ട് ഒരു പേപ്പറിലോ വല്ല ഒട്ടിച്ചിട്ട് എടുത്ത് വെച്ചാലും മതി. ഞാനിപ്പം ഇങ്ങനെ അങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 2 സൈഡിലോട്ടും നമുക്ക് ഓരോ ബോർഡ് വേണം. അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് വീതി കിട്ടത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീതി കിട്ടത്തില്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് എല്ലാം വെച്ചങ്ങ് ഒട്ടിച്ചെടുത്തേച്ചാൽ മതി. അപ്പോൾ ഞാനത് 2 പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ കാർഡ്ബോർഡിൽ തന്നെ അളവുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ അളവ് തന്നെ എടുക്കണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്താൽ മതി. ഏകദേശം ഇതേപോലെ ഷേപ്പിൽ അങ്ങ് എടുത്തേച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബേസുണ്ട്, ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്, സൈഡിലെ ഭിത്തി, പിന്നെ മേളിലത്തെ റൂഫ്. അപ്പോൾ ഇത്രയും കാർഡ്ബോർഡ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിങ്ങനെ നെറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും, കരിങ്കല്ലിൻ്റെയൊക്കെ പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ അതൊന്ന് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ, ഞാനൊരു ഭംഗിക്ക് വേണ്ടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ സൈഡ് ഭിത്തികളുണ്ടല്ലോ, ഞാനിങ്ങനെ ഒരു ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ഭിത്തി മാത്രം ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെട്ടിയെടുത്തത്. പിന്നെ പ്രിൻ്റ് എടുത്തത് ഞാൻ അപ്പുറവും 2 വശവും ഒട്ടിച്ചിട്ടുമുണ്ട്. എല്ലാ പീസിൻ്റേതും 2 വശവും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലെ ഭിത്തിക്ക് അടിയിലൊരു ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്.
എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബൾബുമാലയൊക്കെ അകത്തോട്ടേക്ക് എടുക്കണമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മളത് കിഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആകെപ്പാടെ വൃത്തികേടായിപ്പോവും. അപ്പോൾ ഞാൻ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഐഡിയ കിട്ടുന്നോ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്തത് വലിയ സൈസിലാണ് എടുത്തത് കേട്ടോ. A3 എടുത്തു. A4 എടുത്താലും മതി. എന്നിട്ട് ജോയിൻ ചെയ്ത് ഒട്ടിച്ചാൽ മതി. ഇത് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ പ്രിൻ്റ് ആയതുകൊണ്ട് അതൊന്നും അറിയില്ല. നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഒന്നും പെട്ടെന്നൊന്നും അറിയില്ല. നല്ലൊരു ഒരു പഴയ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അതിന് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെറും കാർഡ്ബോർഡ് തന്നെ ആയാലും മതി. ബ്രൗൺ കളറിലിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ബേസയിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ വെട്ടിയെടുത്ത ആ 4 പീസ് ഒട്ടിച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് റൂഫിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമുക്ക് ആ 2 സൈഡിലേക്ക് ഇടുമ്പം ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ മാസ്കിംഗ് ടേപ്പ് നമ്മൾ ജോയിൻ ചെയ്ത് ബോർഡ് അളവ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ അങ്ങ് പുല്ല് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഈ മുകളിലത്തെ ഈ റൂഫിൻ്റെ സെക്ഷൻ ഒഴിവാക്കിയിട്ട് നമുക്കവിടെ പുല്ല് കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ ഇല്ലേ, അതായാലും മതി. നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട് കളയുന്ന ആ ഒരു സ്റ്റിക്കില്ലേ, അതായാലും മതി. അതിങ്ങനെ ഒരു 3-4 എണ്ണം എടുത്ത് വെച്ചിരുന്നാൽ മതി. പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഞാനിവിടെ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഇതിങ്ങനെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അല്ലെ വെറുതെ കമ്പായാലും അല്ലെ ബോർഡ് കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് ആയാലും ചെയ്താൽ മതി. ഞാനിങ്ങനെ ഒരു ഫെൻസ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പുല്ല് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സംഘടിപ്പിച്ച് തന്നാണ് കേട്ടോ, ഫാമിൽ നിന്ന്. അതിങ്ങനെ ഓരോ ലീഫ് പോലെ നമ്മളിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിച്ചി എടുത്തേക്കുന്നതാണ്. എന്നിട്ട് നമ്മളതിങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇളയ മോളാണ് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് എനിക്ക് എളുപ്പം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു തരുന്നത്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ഈ പുൽക്കൂട് ഉണ്ടാക്കിയതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുല്ല് വെച്ച് സെറ്റാക്കുമായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തു. എന്നിട്ട് ഞാനൊരു പേപ്പറിൽ പിന്നെ അല്ലാതെ നേരെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ട് ഒട്ടിച്ച് വെച്ച് കേട്ടോ. അതായിരുന്നു എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത്. വലിയ ഫിനിഷിംഗ് ഒന്നും നോക്കുന്നില്ല. വെറുതെ കുറച്ച് പുല്ല് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. പിന്നെ അകത്ത് കുറച്ച് പുല്ല് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ബ്രൗൺ ആയിട്ട് കിടക്കുമല്ലേ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേറൊരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതൊന്നും നിർബന്ധമല്ല കേട്ടോ, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു കരിങ്കല്ലിൻ്റെയൊക്കെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പ്രിൻ്റ് എടുത്തെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ എല്ലാം പിക്ചേഴ്സ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒരു ഇതിൽ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സാധനമൊക്കെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റാണ്. ഞാൻ നോക്കിയപ്പം 3000 above ആണ് സ്റ്റാച്യൂസിന് മാത്രം വരുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 മാലാഖമാരെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണീശോ, മറിയം ജോസഫ്, 3 രാജാക്കന്മാർ, 3 ആട്ടിടയന്മാരെ വെച്ചിട്ടുണ്ട്. 4 ആട്ടിടയന്മാരുണ്ട്. പിന്നെ വിദ്വാൻമാർ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ് എടുത്തിട്ട് പ്രിൻ്റ് എടുത്താൽ മതി. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കുറച്ച് പൈസ ചിലവ് വരുന്നത്, പ്രിൻ്റ് എടുക്കുക മാത്രം. പിന്നെ ഒരു പഴയ ബൾബുമാലയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ആട്ടുംകുട്ടികളും അങ്ങനത്തെ കുറച്ച് ആനിമൽസിനെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ക്രിസ്മസ് ക്രിബ് പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, ഗൂഗിളിൽ നിന്ന് തന്നെ കിട്ടും. അതും ഇതുപോലെ തന്നെ ഞാൻ കുത്തി കൊടുത്തിരിക്കുകയാണ്. മുകളിൽ നമ്മൾ ഏഞ്ചലിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശരിക്കും ഒരു പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഇത്ര ഒരു മെനക്കേടേ ഉള്ളൂ. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ആ മുകളിൽ പുല്ല് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതെല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തു. കുറച്ച് പുല്ല് കട്ട് ചെയ്ത് കെട്ടിയിട്ട് സൈഡിൽ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ സാധാരണ പുൽക്കൂട്ടിൽ കുറേ പുല്ലുണ്ടാവുമല്ലോ, ഈ ആനിമൽസിന് കൊടുക്കാനായിട്ട് കുറേ പുല്ല് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ. പിന്നെ ഈ ലൈറ്റൊക്കെ നമുക്കിങ്ങനെ ഫാൻസി സ്റ്റോറിൽ വാങ്ങാൻ കിട്ടുന്ന ലൈറ്റാണ്. അതൊക്കെ നമ്മളിങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയാസ് അനുസരിച്ചിട്ട്
അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ സൈഡിലെ ഭിത്തിയിൽ ഞാൻ ആ ഒരു ആർച്ച് പോലെ ഉള്ളതൊന്നും ആദ്യം എനിക്ക് മനസ്സിൽ തോന്നിയില്ല. പിന്നെ ലാസ്റ്റ് ടൈമിൽ ഫിറ്റ് ചെയ്യുന്ന സമയമായപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ട് ഞാൻ പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചത്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയ കിട്ടും, അതിനനുസരിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ, പുൽക്കൂടിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പിക്ചർ വെറും A4 ഷീറ്റിൽ എടുത്തിരിക്കുന്ന പ്രിൻ്റാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ലുക്കില്ലേ എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് കുറച്ച്, നമുക്ക് ആകെ അത് മാത്രമേ ഉള്ളൂ ചിലവ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവരവരുടെ ഐഡിയ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.